ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണല്ലേ ഇതുപോലെ മലയാളം ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യണത്. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നമുക്ക് സൈസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഭാഗത്തുള്ള പേജ് നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ സ്ക്രീനൊക്കെ നമ്മൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. ഏറ്റവും ടോപ്പിലായിട്ട് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ താഴെ കാണുന്ന ഈ റൗണ്ട് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിൽ കളറ് ടെക്സ്ചറും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ പേജിന് ബ്ലാക്ക് കളറായിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ബ്രഷിൻ്റെ കളറും മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. എനിക്ക് വൈറ്റ് കളറിലാണ് ടെക്സ്റ്റ് വേണ്ടതെന്നുള്ളതുകൊണ്ട്. ഇനി ബ്രഷ് ചൂസ് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ കാലിഗ്രാഫിയാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. കാലിഗ്രാഫി ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ കുറച്ചും കൂടിയും നല്ല ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാലിഗ്രാഫി അല്ലാതെ പെയിൻറ്റ്, മാർക്കേഴ്സ്, പെൻസിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കാലിഗ്രാഫി. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ്, ഒപ്പാസിറ്റി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ട്രോക്കിൽ നമ്മൾ സൈസ് ഏറ്റവും മാക്സിമോ അല്ലെങ്കിൽ ഏറ്റവും ചെറുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുക്കാം. സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഏറ്റവും ടോപ്പിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ടൈപ്പ് PNG ആയിട്ട് തന്നെ സേവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ആക്കുക. അപ്പോഴേ നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടുള്ളൂ. ഇനി അതെല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൽബത്തിലേക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ടെക്സ്റ്റ് മാത്രമായിട്ടാവും PNG ഇമേജസ് സേവ് ചെയ്യുക. വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് VN വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ ന്യൂ പ്രൊജക്ട്സ് സെലക്ട് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന പോലെ ഇൻസേർട്ട് ഫോട്ടോസ് കൊടുക്കുക. ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൽബത്തിൽ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച ആ ടെക്സ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് ഇമേജ് ആയിട്ടാവും വന്നിട്ടുണ്ടാവുക. അത് സെലക്ട് ചെയ്താൽ ഇതുപോലെ ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വീഡിയോയിൽ അത് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്തിട്ട്